ഇനി നമ്മൾ രണ്ട് ഫോഴ്സുകളെ കുറിച്ച് പറയാൻ പോവാണ്, അഡ്ഹീഷനും കൊഹീഷനും. അഡ്ഹീഷനും കൊഹീഷനും. എന്താണ് അഡ്ഹീഷൻ, എന്താണ് കൊഹീഷൻ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അഡ്ഹീഷൻ, കൊഹീഷൻ. അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വ്യത്യസ്തമായ തരം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആണ് അഡ്ഹീഷൻ. കൊഹീഷൻ എന്ന് പറയുന്നത് സെയിം തരത്തിൽപ്പെട്ട മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. അട്രാക്ഷണൽ ഫോഴ്സ് അഡ്ഹീഷൻ, അട്രാക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. സെയിം ടൈപ്പ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആണ് അഡ്ഹീഷൻ. ഇനി കൊഹീഷൻ നോക്കാം. കൊഹീഷൻ എന്താണ്? അട്രാക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. വ്യത്യസ്തമായ തരം മോളിക്യൂൾസിന്റെ ഇടയിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആണ് കൊഹീഷൻ. ഓക്കെ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേല് നമ്മളൊരു തുള്ളി വെള്ളം ഇറ്റിച്ചു. അപ്പോൾ വെള്ളത്തിലെ മോളിക്യൂൾസും നമ്മുടെ ബോഡിയിലെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആണ് അഡീഷൻ. ഇനി അതേസമയം വെള്ളത്തിലെ തന്നെ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരമുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആണ് കൊഹീഷൻ. ഓക്കെ, അതാണ് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഇനി അഡ്ഹീഷൻ കൂടുതലാണെങ്കിൽ, അഡ്ഹീഷൻ കൊഹീഷനേക്കാൾ കൂടുതലാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളെ ബോഡിയിൽ ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചു. എന്താ ഉണ്ടാവുക? അവിടെ വെള്ളത്തിന്റെ മോളിക്യൂൾസും നമ്മളെ ബോഡിന്റെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡി നനയും, അല്ലെ? എവിടെയാണോ വെള്ളം വീഴുന്നത് ആ വെള്ളം വീഴുന്ന ഭാഗം നനയും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ലിക്വിഡ് വെറ്റ് ദ സർഫസ്. ലിക്വിഡ് വെറ്റ് ദ സർഫസ്. ഇനി അതേസമയം നമ്മൾ ഒരു ചേമ്പിലയിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറ്റിക്കാൻ പോവാണ്. ചേമ്പിലയിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വെള്ളം ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ചേമ്പില നനയാതെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? വെള്ളത്തിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് ആ വെള്ളത്തിന്റെ മോളിക്യൂളും ചേമ്പിലയിലെ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അഡ്ഹീഷൻ കൊഹീഷനേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കൊഹീഷൻ ആണ് കൂടുതൽ എങ്കിൽ ആ ലിക്വിഡ് എന്ത് ചെയ്യും? അത് സർഫസിനെ നനക്കാതെ ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കും. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ലിക്വിഡ് ഡു നോട്ട് വെറ്റ് ദ സർഫസ്. ആ ലിക്വിഡ് സർഫസിനെ നനക്കാതെ ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പഠിക്കാം. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഞാൻ ഈ ഫിഗർ വെച്ചിട്ടാണ് ആദ്യം പറയാൻ പോണേ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് ഈ ഫിഗർ വെച്ച് പറയാൻ പോവാണ്. ഇവിടെ കാണുന്നത് ഒരു സർഫസ് ആണ്, ഒരു സോളിഡ് സർഫസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സോളിഡ് സർഫസ്. ആ സോളിഡ് സർഫസിലേക്ക് ഒരു ലിക്വിഡിന്റെ ഡ്രോപ്ലെറ്റ് വന്ന് വീഴുകയാണ് ഇവിടെ കാണുന്നത്. ഒരു ലിക്വിഡിന്റെ ഡ്രോപ്ലെറ്റ് വന്ന് വീഴുകയാണ്. ആ സർഫസിൽ വന്ന് കോണ്ടാക്ട് ചെയ്യുന്ന, സർഫസിൽ വന്ന് തൊടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, സർഫസിൽ വന്ന് തൊടുന്ന ഈ പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എന്താ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ? വന്ന് തട്ടുന്ന, വന്ന് മുട്ടുന്ന പോയിന്റ്, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് വരക്കാം? ഒരു ടാൻജന്റ് വരക്കാം. ഇതെന്താണ്? ഒരു ടാൻജന്റ് ആണ്. ഒരു ടാൻജന്റ് ആണ്. ഈ ടാൻജന്റ് എന്തിന് ടാൻജന്റ് ആയിട്ടാണ് നിൽക്കണേ നോക്കിയേ? ലിക്വിഡ് സർഫസിന് ടാൻജന്റ് ആയിട്ടാണ്. ലിക്വിഡ് സർഫസിന് നമ്മൾ വരച്ച ടാൻജന്റ് ആണ് ഇവിടെ കാണുന്ന ഈ ആരോ. ഇനി ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റയാണ്. ഇവിടെ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ഈ ടാൻജന്റിലേക്ക് വരച്ച ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഡെഫിനിഷൻ പറയുമ്പോൾ ഈ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ്, ലിക്വിഡ് സർഫസിലേക്ക് നമ്മൾ വരച്ച ടാൻജന്റിന്റെയും സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് എന്നാണ് പറയാ. ഇതല്ലേ സോളിഡ് സർഫസ്? ആ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്, ലിക്വിഡിന്റെ ഉള്ളിലുള്ള സോളിഡ് സർഫസിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നാണ് പറയാ. അത് നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ്. എവിടെയാണ് ആ ടാൻജന്റ് വരച്ചിട്ടുള്ളത്? അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നാണ് ആ ടാൻജന്റ് വരച്ചിട്ടുള്ളത്. ആ ടാൻജന്റിന്റെയും ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്, സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്, ലിക്വിഡിന്റെ ഉള്ളിലുള്ള സോളിഡ് സർഫസിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. രണ്ട് കേസുകൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90-നേക്കാൾ കൂടുതലാവാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിനേക്കാൾ കൂടിയ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വന്നാൽ നമ്മൾ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് വിളിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇങ്ങനെ ഒബ്റ്റ്യൂസ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലിക്വിഡിന് ആ സർഫസിനെ വെറ്റ് ചെയ്യിക്കാൻ കഴിയില്ല.
പകരം ആ ലിക്വിഡ് ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഏതുപോലെ? ചേമ്പിലയിലേക്ക് നമ്മൾ വെള്ളം എത്തിച്ച പോലെ. ചേമ്പിലയിലേക്ക് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ അത് ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്കറിയാലോ, അതുപോലെ നിൽക്കും. അതെന്തുകൊണ്ടാണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിനേക്കാൾ കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ എന്താ നമ്മൾ ഇവിടെ എഴുതുന്നത്? ലിക്വിഡ് ഡു നോട്ട് വെറ്റ് ദ സർഫസ്. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ലിക്വിഡ് ഡു നോട്ട് വെറ്റ് ദ സർഫസ്. എക്സാമ്പിൾ, കുറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? വാട്ടർ ഡ്രോപ്സ് ഓൺ ലോട്ടസ് ലീഫ്. ലോട്ടസ് എന്ന് പറയുന്നത് താമരയാണ്. താമരയുടെ ഇലയിൽ വെള്ളം വന്ന് വീണാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ മെർക്കുറി ഓൺ എനി സർഫസ്. ഏത് സർഫസിലും മെർക്കുറി നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മെർക്കുറി ആ സർഫസിനെ വെറ്റ് ചെയ്യിക്കാതെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. പെയിന്റ് ഓൺ ദ വാൾ അവോയ്ഡ് വെറ്റിംഗ്. നമ്മൾ നല്ല പെയിന്റ് ചിലപ്പോൾ ചുമരിൽ അടിക്കുന്നത് ഈ വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കിനിവ്, നനവ് ഒക്കെ ആയിട്ട് വന്ന് കയറാറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പെയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളത്തിനെ വെറ്റ് ചെയ്യിക്കാത്തതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം നമുക്ക്. രണ്ടാമത്തെ കേസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എന്നുള്ളതാണ്. 90 ഡിഗ്രിയിലും കുറവാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നെങ്കിലോ. 90 ഡിഗ്രിനേക്കാൾ കുറഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് ആംഗിൾ എന്നാണ് വിളിക്കാറ്. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഈ കാണുന്ന വലിയ ലൈന് ഇതാണ് സോളിഡ് സർഫസ്. ആ സോളിഡ് സർഫസിലേക്ക് ഒരു ലിക്വിഡിന്റെ ഡ്രോപ്പ് വന്ന് വീഴുകയാണ്. പക്ഷെ ആ ലിക്വിഡിന്റെ ഡ്രോപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, അതൊരു സ്ഫെറിക്കൽ ഷേപ്പിലല്ല നിൽക്കുന്നത്. അതിങ്ങനെ പരന്ന് പോവാൻ വേണ്ടി പോവാണ്, അത് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോ അവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഏതാ? അവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ലിക്വിഡ് സർഫസിന് നമ്മൾ വരച്ചിട്ടുള്ള ടാൻജന്റ് ആണ് ഈ ആരോ, അല്ലെ? അപ്പോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ ടാൻജന്റിന്റെയും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നാണ് ഈ ടാൻജന്റ് വരച്ചിട്ടുള്ളത്. ഈ ടാൻജന്റിന്റെയും സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ഇത് സോളിഡ് സർഫസ് ആണ്. ഈ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ അതുകൊണ്ട് തീറ്റ എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടത്തെ തീറ്റ അക്യൂട്ട് ആംഗിൾ ആണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ലിക്വിഡ് ആ സർഫസിനെ വെറ്റ് ചെയ്യിക്കും. ലിക്വിഡ് വെറ്റ് ദ സർഫസ്. എക്സാമ്പിൾ, വാട്ടർ ഓൺ ഗ്ലാസ്. ഗ്ലാസ്സിലേക്ക് വാട്ടർ വീണ് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. വാട്ടർ ഓൺ വുഡ്. വാട്ടർ വുഡിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് വുഡിനെ നനക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഡ്രോപ്ലെറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ട് കേസുകൾ പഠിക്കാനുള്ളത്. ഈ രണ്ട് കേസുകളും ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ട് എങ്ങനെയാണ് ലിക്വിഡ് സർഫസ് നനയുന്നതും നനയാതിരിക്കുന്നതും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മൾ.